വയനാട് തിരുനെല്ലിയിൽ ആദിവാസികളെ കുടിയിറക്കിയ വിഷയത്തിൽ മന്ത്രി ഒ.ആർ. കേളു മാധ്യമങ്ങളെ കാണുന്നു. അവർ ആ 3 വീടുകൾ പൊളിച്ച് അവരെ വഴിയാധാരമാക്കിയത് തെറ്റാണ്. അത് സംബന്ധിച്ച് വനമന്ത്രിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അതുപ്രകാരം കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കാമെന്ന് മന്ത്രി എന്നോട് പറഞ്ഞിരുന്നു. അതുപ്രകാരം ഇന്നലെയാണ് സംഭവം, രാവിലെ മുതലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ച് ചില സസ്പെൻഷനും മറ്റ് നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ പൊളിച്ച ആ വീടുകൾ അവർ തന്നെ കെട്ടിക്കൊടുക്കാം എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. ഇതാണ് ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത്. പഞ്ചായത്തിന് കൊടുത്ത കാര്യം എൻ്റെ ശ്രദ്ധയിലില്ല. ഇന്ന് തന്നെ അവരെ കെട്ടിക്കൊടുക്കാന്നല്ല പറഞ്ഞത്. ഇന്ന് തന്നെ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ പൊളിച്ച സ്ഥാനത്ത് തന്നെ അത് കെട്ടിക്കൊടുക്കാമെന്നുള്ള ധാരണയാണ് ആയിട്ടുള്ളത്. അത് പറഞ്ഞത് അങ്ങനെ അല്ല, പാടില്ലാത്തൊരു കാര്യമാണല്ലോ. ഇതൊരു പാടില്ലാത്ത കാര്യമാണല്ലോ. അത് അവര് അറിയാലോ, ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് ഇടപെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇടപെട്ടു, വനമന്ത്രിയായിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ 2 നടപടി, ഒന്ന് ഈ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നിയമപരമായിട്ട് നടപടി എടുക്കുമെന്നുള്ളതും പൊളിച്ച സ്ഥാനത്ത് തന്നെ അവർക്ക് ആ വീടുകൾ കെട്ടിക്കൊടുക്കുമെന്നുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് നടപ്പാക്കുന്നില്ലെങ്കിൽ അന്നേരം നോക്കാം. മറ്റൊരു കാര്യം, ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ കുറെ പരാതികളൊക്കെ പറഞ്ഞിരുന്നു. ബാത്റൂമുകളുടെ വൃത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതെ, ഞാൻ മന്ത്രി ആയതിനു ശേഷം നമ്മുടെ ഈ അയ്യങ്കാളി സ്പോർട്സ് സ്കൂളിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പരാതികൾ എൻ്റെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അതാണ് സമയം വൈകിയത്. കുട്ടികളുടെ മീറ്റിംഗ് ആദ്യം സംഘടിപ്പിച്ചു, അവരുടെ കാര്യങ്ങൾ ഞാൻ കേട്ടു. പിന്നെ അവർ വിട്ടതിന് ശേഷം ഓൾ ജീവനക്കാരുടെ മീറ്റിംഗ് വെച്ചു. അപ്പോൾ അതും കേട്ടാണ് ഇപ്പോൾ അവസാനം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞതിൽ നിന്ന്, ജീവനക്കാരും പറഞ്ഞതിൽ നിന്ന് വലിയ ഒരു ഇതില്ലെങ്കിലും ചില പോരായ്മകളുണ്ട്. അതെ, ഒരു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, ബാത്റൂമിൻ്റെ കാര്യങ്ങൾ, ബെഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സ്പോർട്സ് എക്യുപ്മെൻസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഏതൊട്ട് സെറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്തു. അപ്പോൾ വലിയ ഒരു ഇത് പറയാൻ കഴിയില്ല, എന്നാലും ചെറിയ പോരായ്മയുണ്ട്. ഇപ്പോൾ ഒരു കക്കൂസിൻ്റെ ഡോറിന് കൊളുത്തില്ല എന്ന് കുട്ടികൾ പറഞ്ഞു. കൊളുത്തില്ലെങ്കിൽ അത് വലിയൊരു കാര്യമാണ്, അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു ചെറിയ കൊളുത്തില്ലാത്തൊരു കാര്യം. വയനാട് തിരുനെല്ലിയിൽ ആദിവാസികളെ കുടിയിറക്കിയത് വലിയ തെറ്റ് തന്നെയാണ്, ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. പൊളിച്ച സ്ഥലത്ത് തന്നെ അവർക്ക് കുടിലുകൾ കെട്ടി നൽകുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം.